ട്രംപ് ഇപ്പോൾ പുതിയ രൂപത്തിലുള്ള ആളായി മാറിയിട്ടുണ്ടോ എന്നൊരു സംശയം. അമേരിക്കക്കാർക്ക് പോലും അത്രമേൽ വെറുപ്പുള്ള ഒരു പ്രധാന ഒരാൾ അല്ലെങ്കിൽ ഒരു പ്രസിഡന്റ് നേരത്തെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം സ്വന്തം പൗരന്മാരെ പോലും കൈയൊഴിയുന്ന രീതിയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസ്താവനയും. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഉടൻ മടങ്ങാൻ US അഥവാ അവരുടെ പൗരന്മാരോട് ആവശ്യപ്പെടുകയാണ്. കാരണം ഗൾഫ് രാജ്യങ്ങളടക്കം 16 രാജ്യങ്ങളിൽ നിന്ന് ഉടൻ തന്നെ മടങ്ങണമെന്ന് പൗരന്മാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ആ വാർത്തയുടെ ഏറ്റവും രത്നച്ചുരുക്കമെന്ന് പറയുന്നത് ഇന്ന് വന്നതാണ്. ഇന്നത്തെ ഏറ്റവും പുതിയ വാർത്തയാണ്. യുദ്ധത്തിൻ്റെ ഇടയിൽ അവിടുത്തെ ഫ്ലൈറ്റ് സംവിധാനങ്ങളൊക്കെ ബന്ധായി കിടക്കുമ്പോഴാണ് തങ്ങളുടെ പൗരന്മാരൊക്കെ പെട്ടെന്ന് തന്നെ മിഡിൽ ഈസ്റ്റ് നിന്ന് തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് അഥവാ നമ്മുടെ ഈ അമേരിക്കയിലേക്ക് വരണമെന്ന് സെക്രട്ടറി മോറ റംദാൻ US പൗരന്മാരോട് അഭ്യർത്ഥിച്ചു. ആരാണ് ഇദ്ദേഹം? സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൗൺസിൽ അഫയേഴ്സ് അസിസ്റ്റൻറ്റ് സെക്രട്ടറി മോറ നംദാർ. ഇദ്ദേഹമാണ് പറയുന്നത് ബഹ്റൈൻ, ഈജിപ്ത്, ഇറാൻ, ഇറാഖ്, ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്ക്, ഗാസ, ജോർദാൻ, കുവൈറ്റ്, ലെബനാൻ, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, സിറിയ, UAE, യമൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് എത്രയും പെട്ടെന്ന് അമേരിക്കൻ പൗരന്മാർ ആ രാജ്യം വിടണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട്. സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിലെ അമേരിക്കൻ എംബസിക്ക് വലിയ രൂപത്തിലുള്ള അറ്റാക്ക് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോഴാണ് ഇങ്ങനെ ഒരു പുതിയ പ്രഖ്യാപനം നടത്തേണ്ടി വന്നതെന്നാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് അറിയാനും അവരുടെ ഭാഗത്തു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയും. എന്നാൽ ഈ അനിഷ്ട സംഭവങ്ങൾ ഇനി അങ്ങോട്ടുണ്ടാകാതിരിക്കുന്ന സാഹചര്യം വരുമോ ഇല്ലയോ എന്നുള്ളത് അവർക്ക് അത്ര കണ്ടിട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വേഗം ഇത്രയും വലിയൊരു രാജ്യങ്ങളിൽ നിന്ന് ഇത്രയും ഏറെ രാജ്യങ്ങളിൽ നിന്ന് സ്വന്തം പൗരന്മാരെ തിരിച്ചു വലിക്കാൻ ആഗ്രഹിക്കുന്നത്. ആക്രമണത്തോട് പ്രതികരിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റിയാദിലെ എംബസിക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് ഇറാനുമായുള്ള സംഘർഷത്തിനിടെ US സൈനികർ കൊല്ലപ്പെട്ടതിനും ഉചിതമായ മറുപടി ഉടൻ തന്നെ ഉണ്ടാകുമെന്നും അതിൻ്റെ മുന്നോടിയാണ് ഈ ഒരുക്കങ്ങളെന്നുമാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇറാനുമായിട്ടുള്ള ഒരു സംഘർഷം വളരെ വിപുലപ്പെടുത്തി GCCയെ ഒന്നുമല്ലാതാക്കാനുള്ള ഒരു ശ്രമം ഈ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് എന്ന് വേണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂട്ടിവായിക്കാൻ പറ്റുന്നതാണ്. അല്ലാതെ ഈ യുദ്ധം മുറുകുന്ന സമയത്ത് അത് തന്നെ അത്ര കണ്ടിട്ട് ഇൻവോൾവ് അല്ലാത്ത രാജ്യത്തു നിന്നുള്ള ആളുകളൊക്കെ തിരിച്ചു വലിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഹിഡൻ അജണ്ട അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരുക്കി വെക്കുന്നുണ്ട്. അത് എത്രത്തോളം GCC കൺട്രിയെ വഴിയാധാരാക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. മൊസാദിൻ്റെയും ട്രംപിൻ്റെയും അതേപോലെ തന്നെ ഇസ്രായേലിൻ്റെയൊക്കെ ഒരു പൈശാചികതയിൽ അമർന്ന ഏറ്റവും മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ഏത് സമയവും പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു അലയൊലികളൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവരുടെ സ്വന്തം പൗരന്മാരെ ആ രാജ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നത്. മൊത്തമായി പറയുന്ന രീതിക്കാണെങ്കിൽ അമേരിക്ക ഇവിടെയൊന്നും നിർത്താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ കരുതാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലതും സമാധാനവും വരട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ലൈവ് ഇൻഷാ അല്ലാഹ് 10:30 മണിക്ക് ഉദ്ദേശിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ സമയത്ത് നമുക്ക് ഇന്നത്തെ ദിവസം എന്തൊക്കെ സംഭവിച്ചു, ഇനി എങ്ങനെയൊക്കെ ആയിരിക്കും അനലൈസ് നമുക്ക് നടത്താം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.